കോട്ടയം എരുമേലി പൊന്തൻപുഴ വനമേഖലയിൽ മാലിന്യം തള്ളൽ രൂക്ഷം. മഴക്കാലമായതോടെ മാലിന്യങ്ങൾ റോഡിലേക്ക് ഒലിച്ചിറങ്ങുന്നതിനാൽ കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. ഇവിടെ പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ്. മുക്കട മുതൽ പ്ലാച്ചേരി വരെയുള്ള ഭാഗങ്ങളിലും മറ്റിട റോഡുകളിലുമാണ് മാലിന്യം തള്ളൽ. രാത്രിയുടെ മറവിൽ അറവ് മാലിന്യങ്ങൾ അടക്കമുള്ളവ വനമേഖലയിൽ ഇങ്ങനെ യഥേഷ്ടം തള്ളുകയാണ്. മാലിന്യം ഭക്ഷിക്കാൻ തെരുവുനായ്ക്കൾ പ്രദേശത്ത് കൂട്ടമായി എത്തുന്നതും ആശങ്കയാണ്. കൂടാതെ മാലിന്യം സമീപത്തെ തോട്ടിലേക്ക് ഒഴുകുന്നതിനാൽ തോട്ടിലെ വെള്ളവും ഉപയോഗശൂന്യമായി. പകർച്ചവ്യാധി ഭീഷണിയിലാണ് പ്രദേശവാസികൾ. ഈ പ്രദേശത്തൊക്കെ ഇപ്പൊ മഞ്ഞപ്പിത്തം ഡെങ്കിയൊക്കെ ഇങ്ങനെ വളർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഇങ്ങനെ ഇതൊരു മാലിന്യം വന്നു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാകും ഞങ്ങൾക്ക്. ഞാനിവിടുത്തെ അംഗൻവാടിയിലെ വർക്കറാണ്. വരുന്ന വഴിക്കെല്ലാം ഈ വനത്തിൽ കൂടെ കയറി വരുന്നത്. വനത്തിലെ ഇരു സൈഡിലും വേസ്റ്റുകൾ. അതുകൊണ്ട് നമുക്ക് ഞാൻ നടന്നാ വരുന്നത്. നടന്നു വരാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസിലും പോലീസിലും പരാതി നൽകിയിട്ടും ഫലമില്ലെന്ന് നാട്ടുകാർ. ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായമില്ല. അവര് ഉത്സാഹിച്ചെങ്കിൽ ഇതിലേക്ക് രാത്രി അവർ ഡ്യൂട്ടി നടത്താമെങ്കിൽ ഈ മാലിന്യം കൊണ്ട് തള്ളുന്നവരെ പിടിക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പോലീസ് അവരും ഈ ഡ്യൂട്ടി രാത്രി കാലങ്ങളിൽ ചെയ്യാമെങ്കിൽ ഈ മാലിന്യം കൊണ്ട് തള്ളുന്നവരെ പിടിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഒന്നാമത് റോഡ് മണനാറ്റം കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. രണ്ടാമത് പട്ടിയുടെ ശല്യങ്ങൾ. ആൾക്കാർ ഇങ്ങനെ പട്ടിയെ കൊണ്ടുവിടുന്നു. വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. ഈ തോട്ടിൽ മുഴുവനും കൊണ്ടുവന്നതുകൊണ്ട് കുളിക്കാനോ നനയ്ക്കാനോ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പകർച്ചവ്യാധികൾ പെരുകുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ 1 കോട്ടയം.